بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي المصلح മുത്തുനബിയുടെ ഒരു നാമമാണ് അൽ മുസ്ലിഹ്. റിയാദുൽ അനീഖ, സുബുലുൽ ഹുദ തുടങ്ങിയ കിതാബുകളിലൊക്കെ ഈ നാമം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വുജിദ ഫിൽ ഹിജാറത്തിൽ ഖദീമ മക്തൂബ് മുഹമ്മദുൻ തഖിയ്യുൻ മുസ്ലിഹുൻ സയ്യിദുൻ അമീൻ. ഒരു പഴയ കല്ലിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് തഖിയാണ്, മുസ്ലിഹാണ്. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുന്നയാൾ എന്നാണ് അതിന്റെ അർത്ഥം. അസ്ലഹ യുസ്ലിഹു മുസ്ലിഹുൻ. അന്നഹു അസ്ലഹ ലിൽ ഖൽഖി ദുനിയാഹും. സൃഷ്ടിജാലങ്ങൾക്ക് ദുനിയാവിലേക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ദുനിയാവിനെ നന്നാക്കി കൊടുത്തു. റസൂലുള്ളാഹി വബയ്യന ലഹും ത്വരീഖ ഉഖറാഹും. ആഖിറത്തിലേക്കുള്ള വഴി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഅസാല ഫസാദൽ ഖുലൂബ്. ഹൃദയത്തിന്റെ മോശമായ വിശേഷണങ്ങളെ നീക്കിക്കൊടുത്തു മുത്തു റസൂലുള്ളാഹി. വഖറബൽ ഖലീഖത മിൻ അല്ലാമിൽ ഗുയൂബ്. അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിലേക്ക് സൃഷ്ടിജാലങ്ങളെ അടുപ്പിച്ചു കൊടുത്തു. ഈ പണിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. വഅഖാമ ലഹും ദീനഹും. ദീനിന് വേണ്ട കാര്യങ്ങളൊക്കെ മുത്തുനബി പറഞ്ഞു കൊടുത്തു. തെറ്റുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. വമലഅ ബിത്തഖ്വാ ലമാഇറഹും. തഖ്വ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറച്ചു കൊടുത്തു. സുബ്ഹാന റബ്ബി ഫഹുവൽ മുസ്ലിഹു ലിൽ ആലമീൻ. ലോകരെ മൊത്തം നന്നാക്കിയെടുക്കാൻ നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വൽ മുനവ്വിറു ലിസ്സമാവാതി വൽ അർളീൻ. ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവരാണ് നബിതങ്ങൾ. അല്ലാഹു അവിടുത്തെ പറഞ്ഞതു മുതൽ ലോകരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരാൻ, ശരിയിൽ ഉറപ്പിച്ചു നിർത്താൻ മുത്തുനബി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലലാലത്തിൽ നിന്നും ഹുദയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞയച്ച പ്രവാചകരാണ്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ മുസ്ലിഹുൻ ലിഖുലൂബി ഇബാദില്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളുടെ ഖൽബുകളെ നന്നാക്കുന്നവരാണ്. ഒരു ഖൈറും മറച്ചു വെച്ചിട്ടില്ല, ഒരു ഖൈറും മറച്ചു വെച്ചിട്ടില്ല. ഇമാമുൽ ഹുദാൽ മുഖ്താരി മിൻ ഖൈരി ശീഅതി വനാദിറു ഐനിദ്ദീനി ബിൽ ഫളി വൽ ഫഖരി. സുബ്ഹാനല്ലാഹ്. ഇമാമുൽ ഹുദാ, സന്മാർഗത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മയും മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെടലാണ് മുത്തുനബിയുടെ ആഗ്രഹം. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതാണല്ലോ വലിയൊരു ഓഫർ കൊടുത്തപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞത്, ഇദൻ ലൻ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ.
അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് നരകത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തൃപ്തിയില്ല, എനിക്ക് സമാധാനമില്ല. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരെയും നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. നമ്മുടെ രക്ഷയാണ് മുത്തുനബിയുടെ ലക്ഷ്യം, നമ്മുടെ വിജയമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സമയത്തെയും എല്ലാ കാലത്തെയും അവിടുത്തെ ഉദ്ദേശ്യം അതാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഖുർആൻ നമ്മോട് പറയുന്നത് അതാണ്. അനാവശ്യ ചർച്ചകളിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. നിങ്ങൾ നല്ലതുകൊണ്ട് കൽപ്പിക്കണം, സദഖ കൊണ്ട് കൽപ്പിക്കണം. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണം. ജനങ്ങൾക്കിടയിൽ സന്തോഷവും ഐക്യവും സമാധാനവും ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഉള്ള സമാധാനം തകർക്കാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാൻ പാടില്ല. നമ്മൾ നന്മയുടെ, നമ്മൾ മസ്ലഹത്തിന്റെ ആളുകളാവണം. നല്ല ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ അങ്ങനെയുണ്ട്. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോവാൻ പാടില്ല. നമ്മൾ മുസ്ലിഹീങ്ങളാവണം, നമ്മൾ മസ്ലഹത്തിന്റെ ആളുകളാവണം. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കണം, മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കണം. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവർക്കും നന്മയും സന്തോഷവും ആഗ്രഹിക്കുന്നവരാവണം നമ്മൾ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വിജയവും സന്തോഷവും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.